Hey friends, once again welcome back to AVID Media. So, ഇന്ന് ഞാൻ എന്തായാലും നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ടാണ് വന്നത് കേട്ടോ. ലൈക്ക് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവീസ് കാണുന്നവരാണ്. ഹോളിവുഡ്, കോളിവുഡ്, മോളിവുഡ് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിനിമ. സോ ആ ഒരു സിനിമയിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, ലൈക്ക് നിങ്ങളിപ്പോൾ ഒരു ഹോളിവുഡ് മൂവി കാണുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബോളിവുഡ് മൂവി കാണുന്നതാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വീഡിയോ എഡിറ്റിംഗ് ആയിക്കോട്ടെ, VFX ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, അങ്ങനെ ഡിഫറെൻറ്റ് എലമെൻസിലൂടെയാണ് ഒരു മൂവി കടന്നു പോകുന്നത്. സോ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലോട്ട് ഓഫ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട്. VFXും ആനിമേഷനും 3D മോഡലിങ്ങും പല കാര്യങ്ങൾ എന്താ പറയുക, ഏതാണ് റിയൽ, ഏതാണ് വെർച്വൽ അല്ലെങ്കിൽ ഏതാണ് ഫേക്ക് എന്നുള്ള കാര്യം മനസ്സിലാവാത്ത രീതിയിൽ വളരെ പെർഫെക്ഷൻ ആയിട്ട് നമ്മളെ മൈൻഡ് ബ്ലോവിങ് ആയിട്ടുള്ള പല എഡിറ്റിങ്ങും കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. ലൈക്ക് മൗഗ്ലി പോലത്തുള്ള ഒരു മൂവി ആണെങ്കിൽ അതിനകത്ത് ഒരൊറ്റ മനുഷ്യൻ അല്ലെങ്കിൽ ഒറ്റൊരു ഹ്യൂമൻ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ VFXും അതേപോലെ ഗ്രാഫിക്സും ആനിമേഷനും കാര്യങ്ങളൊക്കെയാണ്. സോ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൂവി ചെയ്യണമെങ്കിൽ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള വളരെ സ്പെക്സ് കൂടിയ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ വേണം. സോ എന്തായാലും എനിക്കുണ്ടായ കാര്യമാണ് അല്ലെങ്കിൽ എനിക്കുണ്ടായ ഡൗട്ടാണ് ഈ ഒരു മൂവി ഉണ്ടാക്കുമ്പോൾ ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടാണ് ഇത്രയും അമേസിംഗ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്കുണ്ടായ ഡൗട്ടാണ്. മിക്കവാറും നമ്മളിൽ പലർക്കും ആ ഒരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ടോ. ലൈക്ക് മലയാളത്തിൽ ഇപ്പം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ട്രാൻസ് അതേപോലത്തെ മൂവിയിലൊക്കെ ധാരാളം VFXും അതേപോലെ തന്നെ FXും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഹോളിവുഡ്, ബോളിവുഡ് പോലുള്ള മൂവികളിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്നതാണ് ലൈക്ക് അവതാർ പോലുള്ള മൂവി അല്ലെങ്കിൽ ട്രാൻസ്ഫോമേഴ്സ് പോലുള്ള മൂവി, ലൈക്ക് അയൺ മാൻ, അവഞ്ചേഴ്സ്, വളരെയധികം VFXും സോഫ്റ്റ്വെയർസും യൂസ് ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മൂവീസൊക്കെയാണ്. സോ അത്തരം മൂവീസ് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, എന്തൊക്കെ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഒരു വിഷ്വൽ മാജിക് അവർ ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം. സോ അതിനൊരു ആൻസർ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തത്. സോ നിങ്ങൾ ക്യൂരിയസ് ആണെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് വീഡിയോ ഫോർ യു. Okay, sit back and listen to me. This is AVID Media. Let's roll. പ്രധാനമായിട്ട് മൂവിയിൽ വരുന്ന മെയിൻ ഒരു പാർട്ടാണ് വീഡിയോ എഡിറ്റിംഗ്. ലൈക്ക് ട്രാൻസിഷൻ, കോമ്പോസിഷൻ, ലൈക്ക് എന്താ പറയുക, മൂവീൻ്റെ ഫേസ് ലൈക്ക് ആഡ് ചെയ്യുക, കളർ ഗ്രേഡ് ചെയ്യുക, അങ്ങനെ ഡിഫറെൻറ്റ് ഓരോ പാർട്ടായിട്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത സാധനത്തെ എഡിറ്റ് ചെയ്ത് അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആക്കി അല്ലെങ്കിൽ എന്താ പറയുക ഒരു മൂവി ആയിട്ട് മാറ്റുന്ന പ്രോസസ്സാണ് വീഡിയോ എഡിറ്റിംഗ്. ലൈക്ക് ഒരു മൂവി എന്ന് പറയുമ്പം ഒരു ക്യാമറ മാത്രം യൂസ് ചെയ്തിട്ട് എല്ലാത്തിനെയും ക്യാപ്ചർ ചെയ്ത് അറ്റ് എ ടൈം ക്യാപ്ചർ ചെയ്യുന്നതല്ല. ഡിഫറെൻറ്റ് ടൈമിൽ, ഡിഫറെൻറ്റ് ആംഗിളിൽ, ഡിഫറെൻറ്റ് പൊസിഷനിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഫുട്ടേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെയാണ് യോജിപ്പിച്ച് എന്താ പറയുക ആ ഡിഫറെൻറ്റ് ആംഗിളും കളർ ഗ്രേഡിങ്ങും ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയുക ട്രാൻസ്ഫോർമേഷനും ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്ന ആ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ എന്താ പറയുക വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുക. സോ പ്രധാനമായിട്ടും വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയർ പ്രോ, അതായത് അഡോബിയുടെ പ്രീമിയർ പ്രോ, പിന്നെ AVID മീഡിയ കമ്പോസർ, ആപ്പിളിൻ്റെ ഫൈനൽ കട്ട് പ്രോ, അതേപോലെ ഡാവിഞ്ചി റിസോൾവ്, അതേപോലുള്ള 4-5 സോഫ്റ്റ്വെയർസാണ് മെയിനായിട്ട് ഇൻഡസ്ട്രി ചൂസ് ചെയ്യാറ്. ഇതിൻ്റെ അകത്ത് AVID മീഡിയ കമ്പോസർ ഒക്കെ വലിയ സോഫ്റ്റ്വെയർ ആണ്. ലൈക്ക് അതാണ് ഇപ്പോൾ മെയിനായിട്ട് ഹോളിവുഡിലും കോളിവുഡിലും എല്ലാ മൂവി ഇൻഡസ്ട്രിയിലും മെയിനായിട്ട് ഇപ്പോൾ അതൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഡാവിഞ്ചി റിസോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് കളർ ഗ്രേഡിങ്ങിലാണ്. ലൈക്ക് നമ്മുടെ റോ ഫുട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സിനിമയെ കാണുന്ന പോലെ ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ലൈക്ക് ഇപ്പോൾ ഒരു വയനാട് കാണിക്കുക അല്ലെങ്കിൽ ഒരു കാട് കാണിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ റെഡിക്കുള്ളൊരു എന്താ പറയുക ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര എഫക്റ്റ് കിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് കളർ ഗ്രേഡ് ചെയ്യും. ലൈക്ക് ഫോറസ്റ്റിനാണെങ്കിൽ ആ ഒരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ്, അതേപോലെ തന്നെ സ്നോ ആണെങ്കിൽ ആ ഒരു ആംബിയൻസ്. സോ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കളർ ഗ്രേഡിങ് ചെയ്യുന്നത്. ഓക്കെ, കളർ ഗ്രേഡിങ്ങിനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡാവിൻസി, റിസോൾവ്, അതേപോലുള്ള സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ. പ്രീമിയർ പ്രോ അഡോബിൻ്റെയാണ്. ബട്ട് പണ്ടൊക്കെ അത് മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നു. ബട്ട് ഇപ്പം പോപ്പുലാരിറ്റി കുറഞ്ഞു വന്നിട്ടുണ്ട് പ്രീമിയർ പ്രോൻ്റെ. ഇപ്പം അഥവാ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആഡിൽ, അതേപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ്, ലൈക്ക് ന്യൂസ്, അതേപോലത്തെ സംഭവങ്ങളിലൊക്കെ ഇപ്പോഴും പ്രീമിയർ പ്രോ അതേപോലെ സോഫ്റ്റ്വെയർ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളൊരു മാക് യൂസർ ആണെങ്കിൽ ഇതിനകത്ത് ഫൈനൽ കട്ടാണ് മെയിനായിട്ട് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഫൈനൽ കട്ട് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. സോ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് VFX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അല്ലെങ്കിൽ VFX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മലയാളം ഇൻഡസ്ട്രിയിലടക്കം VFX വന്നു തുടങ്ങി. ഓക്കെ, ലൈക്ക് പല മൂവീസും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ റിയൽ ആണോ അൺറിയൽ ആണോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നതാണ് ബാഹുബലിയുടെ പല സാധനങ്ങളും എന്താ പറയുക VFX ആണ്. ഓക്കെ, അതേപോലെ തന്നെ വേറെ ഒരു മൂവി പറയാം, ലൈക്ക് അവതാർ, അതേപോലെ തന്നെ ട്രാൻസ്ഫോമേഴ്സ്. നിങ്ങളിപ്പം അവഞ്ചേഴ്സിൻ്റെ എന്തായാലും ഫാൻസ് ആയിരിക്കും, അവഞ്ചേഴ്സ് ഫാൻസ് അസംബിൾ. ഓക്കെ, അതിനകത്ത് മൊത്തം VFXും കാര്യങ്ങളാണ്, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, സോ അതിനായിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഒന്ന് ഓട്ടോഡെസ്കിൻ്റെ 3ds Max ആണ്. ഓക്കെ, മെയിനായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. പല മൂവീസും ടെക്സ്ചറും അതേപോലെ 3D മോഡലിങ്ങും ഡിസൈനിങ്ങും ക്യാരക്ടേഴ്സും ഒക്കെ ചെയ്യുന്നത് ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ്. അഡോബി അല്ല, ഓട്ടോഡെസ്ക് 3ds Max. ഓക്കെ,
അതേപോലെ തന്നെ മറ്റൊരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡോബിയുടെ തന്നെ, അല്ലെങ്കിൽ അഡോബി തന്നെയാണ് വരുന്നത്, അഡോബി അല്ല കേട്ടോ, ഓട്ടോഡെസ്കിൻ്റെ മായ എന്നുള്ള സോഫ്റ്റ്വെയർ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഓട്ടോഡെസ്കിൻ്റെ മായ. ലൈക്ക് ആനിമേഷൻ, ക്യാരക്ടർ ഡിസൈനിങ്, അതേപോലെ തന്നെ സ്റ്റിമുലേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് മായ യൂസ് ചെയ്യുന്നു. ഇനിയിപ്പോൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഓട്ടോഡെസ്ക് മായയിൽ ഡിസൈൻ ചെയ്ത മൂവി അല്ലെങ്കിൽ ക്യാരക്ടേഴ്സൊക്കെയാണ് നമ്മുടെ എന്താ പറയുക എൻ എഫ് എസ് എന്നുള്ള നീഡ് ഫോർ സ്പീഡ് ഗെയിമിലെ പല വെഹിക്കിൾസും കാറുകളും എല്ലാം ഓട്ടോഡെസ്ക് മായ യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത ക്യാരക്ടേഴ്സാണ് കേട്ടോ. അതേപോലെ തന്നെ പെസ് അതേപോലെ തന്നെ വേറെന്താ ഫിഫ, ഇതൊക്കെ ഓട്ടോഡെസ്ക് മായയിലെ ക്യാരക്ടേഴ്സാണ്. മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഹാരി പോട്ടർ, അതേപോലെ തന്നെ ട്രാൻസ്ഫോമേഴ്സ്, ഇവയൊക്കെ ഓട്ടോഡെസ്ക് മായയിലാണ്. അതേപോലെ തന്നെ ഓട്ടോഡെസ്ക് 3ds മാക്സിനെ പറ്റി പറയുകയാണെങ്കിൽ അവഞ്ചേഴ്സിലെ ക്യാരക്ടേഴ്സ്. അതേപോലെ തന്നെ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഏതൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗെയിം ഉണ്ടായിരുന്നില്ല, എനിക്ക് തോന്നുന്നു GTA ഒക്കെയാണ് തോന്നുന്നു, GTA. അതേപോലെ തന്നെ പല മൂവീസും, നമ്മൾ കാണുന്ന മിക്ക മൂവീസും ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറ്. ഓക്കെ, സോ അതൊക്കെയാണ് അതിനകത്ത് ചെയ്ത ക്യാരക്ടേഴ്സ്. സോ പിന്നെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് മാത്രം ഒരിക്കലും 3D മോഡലിങ്ങും ഡിസൈനിങ്ങും പെർഫെക്റ്റ്ലി, അല്ലെങ്കിൽ അവതാറുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ അവതാറുള്ള ഒരു ക്യാരക്ടർ ഒരിക്കലും ഒരു സോഫ്റ്റ്വെയർ വെച്ച് മാത്രം ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്താൽ മാത്രമേ ആ ഒരു ഫൈനൽ ആയിട്ടുള്ള സാധനം നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുള്ളൂ. ലൈക്ക് ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് അവതാർ മൂവിയിൽ യൂസ് ചെയ്ത ആ ഒരു സോഫ്റ്റ്വെയർസിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ധാരണ കിട്ടും. ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ്. സോ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ്വെയർ ആണ് ഒരു 3D മോഡലിംഗ് അല്ലെങ്കിൽ 3D ക്യാരക്ടർ ഉണ്ടാക്കി കഴിയാം അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം. ഓക്കെ, ഐ തിങ്ക് യു റിയലൈസ് ദാറ്റ്. ആൻഡ് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടൊരു സംഭവമാണ് എന്താണ്, ഇപ്പം ജംഗിൾ ബുക്ക് എന്നുള്ള മൂവി എക്സാമ്പിൾ എടുക്കാം. ഒരു ക്യാരക്ടേഴ്സിനെ ലൈക്ക് അതിനകത്ത് ഒരൊറ്റ മനുഷ്യൻ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ VFX ഉണ്ടാക്കിയെടുത്ത മോഡലിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ അതിനകത്ത് അവരുടെ മോഷൻ എന്താ റിയൽ ആയിട്ടുള്ള, ഇപ്പോൾ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റിയൽ ആയിട്ടുള്ള സാധനത്തിനെ പോലും വെല്ലുന്ന രീതിയിലാണ് അല്ലേ മോഷനൊക്കെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3D മോഷൻ ബിൽഡർ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോഡെസ്കിൻ്റെ തന്നെ മോഷൻ ബിൽഡർ എന്നുള്ള സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ലൈക്ക് എന്താണ് ഹ്യൂമൻസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻസിൻ്റെ മോഷൻ അല്ലെങ്കിൽ റിയൽ ടൈം മോഷൻ റെക്കോർഡ് ചെയ്തതിന് ശേഷം അതെന്താക്കുക കമ്പ്യൂട്ടറിലേക്കുള്ള ക്യാരക്ടറിലേക്ക് സ്റ്റിമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുക. ആ ഒരു പരിപാടിയാണ് ഈ ഓട്ടോഡെസ്കിൻ്റെ മോഷൻ ബിൽഡർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. മിക്കവാറും പല നിങ്ങളിപ്പോൾ ഹൾക്കിൻ്റെ കേസിലോ അല്ലെങ്കിൽ എന്താ പറയുക പല ക്യാരക്ടേഴ്സിൻ്റെ കേസിലും കണ്ടിട്ടുണ്ടാവും. ഹ്യൂമൻസ് കുറേ സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം ആ മോഷൻ അനുകരിക്കും. അത് തന്നെയായിരിക്കും ലാസ്റ്റ് കമ്പ്യൂട്ടർ വെച്ച് പ്രോഗ്രാം ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എന്താണ് ആ ഒരു 3D മോഡൽ ചെയ്യുമ്പോൾ ഫൈനലായിട്ട് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ അതിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓട്ടോഡെസ്കിൻ്റെ മോഷൻ ബിൽഡർ എന്നുള്ള സോഫ്റ്റ്വെയർ. ഓക്കെ, സോ അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ഒരു മൂവിയുടെ എന്താ പറയുക അവിഭാജ്യ ഘടകം എന്ന് വേണം പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് അല്ലേ. സോ മ്യൂസിക്കിന് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണുള്ളത്? മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AVIDനെ തന്നെ പ്രോ ടൂൾ എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതേപോലെ തന്നെ ലോജിക് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതും അല്ലെങ്കിൽ ക്യൂബെക്സ് എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ ഒരു 3 സോഫ്റ്റ്വെയർസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പം പെർട്ടിക്കുലർ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ AR റഹ്മാൻ സാർ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട അദ്ദേഹം യൂസ് ചെയ്യുന്ന മ്യൂസിക് ഡയറക്ഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AVIDയുടെ പ്രോ ടൂളാണ്. അതേപോലെ തന്നെ ലോജിക് പ്രോയുമാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അനിരുദ്ധ് ഉണ്ടല്ലോ തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെ, ലൈക്ക് ആലുമ ഡോലുമ ആ പാട്ടൊക്കെ ഉണ്ടാക്കി അനിരുദ്ധ് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഫേവറേറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലോജിക് പ്രോ ഒക്കെയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മളുടെ എന്താണ് നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസ് ആണ്. ഓക്കെ, സോ ഇത്തരം സോഫ്റ്റ്വെയർസും അതേപോലെ ഇത്തരം ടൂൾസുമാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, ഫിലിം ഇൻഡസ്ട്രിയിൽ. ഓക്കെ, ഞാൻ പറഞ്ഞു ഒരൊറ്റൊരു സോഫ്റ്റ്വെയർ കൊണ്ട് മാത്രം ഈ കാണുന്ന സംഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആൾക്കാരുടെ ടെക്നീഷ്യൻസിൻ്റെ ഒക്കെ സഹായത്തോടെയാണ് ഇത്രയും വലിയൊരു സിനിമ എന്നുള്ള കാര്യവും അതേപോലെ തന്നെ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു വരുന്നത്. സോ ഈ ഒരു സോഫ്റ്റ്വെയർസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഡൗട്ട് ഉണ്ടാവും, ഈ ഒരു സോഫ്റ്റ്വെയർസ് ഒക്കെ എന്താണ് നമുക്ക് അഫോർഡബിൾ ആണോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. യെസ്, ഓഫ് കോഴ്സ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, ലൈക്ക് ബട്ട് ചെറിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള PC അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പെക് കൂടി സിസ്റ്റം ആയിരിക്കണം. ലൈക്ക് മിനിമം ഒരു i6 ഇല്ല കേട്ടോ, i7 അല്ലെങ്കിൽ i5 എങ്കിലും വേണം കേട്ടോ, എങ്കിൽ മാത്രമേ ഇത് സ്മൂത്ത് ആയിട്ട് റൺ ആവുള്ളൂ. ഒരു 6GB അല്ലെങ്കിൽ 4GB ഗ്രാഫിക്സ് കാർഡ് എങ്കിലും മിനിമം വേണം, എങ്കിൽ മാത്രമേ ഈ ഹൈ എൻഡ് ആയിട്ടുള്ള ലൈക്ക് എന്താ ഓട്ടോഡെസ്കിൻ്റെ സോഫ്റ്റ്വെയർസ് ആയിട്ടുള്ള മായ അതേപോലെ തന്നെ 3ds Max ഒക്കെ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ, ഈസി ആയിട്ടല്ല, അതിനും സ്പെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് 3D മോഡലിംഗ് അതേപോലെ തന്നെ 3D ഡിസൈനിങ് കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഐ റെക്കമെൻഡ് ബ്ലെൻഡർ.
ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെറ്റിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ബ്ലെൻഡർ. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. സ്റ്റിമുലേഷൻ അതേപോലെ തന്നെ ക്യാരക്ടർ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സോഫ്റ്റ്വെയർ ആണ് ബ്ലെൻഡർ. സോ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തായാലും എന്താ പറയുക ഈ 3D മോഡലിംഗ് അതേപോലെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർസ് ഒക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ഒരു ചെറിയൊരു സ്പെസിഫിക്കേഷൻ കുറച്ചൊന്നും സ്പെക്കുള്ള ഒരു ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക 3D മോഡലിങ്ങും ക്യാരക്ടേഴ്സും VFXും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് നോക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ നല്ല സ്കോപ്പുള്ള സാധനങ്ങളാണ്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് എന്തായാലും കുറച്ച് ആൾക്കാർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ അക്ഷയ് സുരേഷ് ഫ്രം AVID Media സൈനിങ് ഓഫ്.